ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയറും ചെയ്യണേ. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നൊരു അച്ചാർ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 2 സ്പൂൺ ഉലുവ, 3 സ്പൂൺ കടുക് എന്നിവയിട്ട് നല്ലവണ്ണം ചൂടാക്കിയെടുക്കുക. ഉപ്പിലിട്ട മാങ്ങ ഞാൻ നേരത്തെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരുന്നു. അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച കടുകും ഉലുവയും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് പൊടിയാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെക്കുക. ഞാനതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അച്ചാറുണ്ടാക്കാൻ ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെക്കുക. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അച്ചാറിന് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. ഞാനിവിടെ എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇടുക. കടുകൊന്ന് ചൂടായി പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 3 പച്ചമുളക് ഞാൻ ചെറുതായി മുറിച്ച് ചേർക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഞാൻ ഒരു 3 പച്ചമുളക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. എരിവിന് ആവശ്യമായ മുളക് പൊടി ഇവിടെയും ചേർക്കാവുന്നതാണ്. ഞാൻ 3 സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. പൊടി കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാൽ പൊടിയിടുമ്പോൾ സ്ലിമ്മിലാക്കിയിട്ട് വേണം ഇളക്കിയെടുക്കാൻ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി മുറിച്ച് വെച്ച മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവയും കടുകും ഇട്ട് നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കണം.
നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ ഓഫാക്കി തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.